Good morning all. Welcome to the daily news analysis of Deshna Lennox. ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The first one, India warns against double standard over Russian oil. Temple entry cannot be denied based on caste in a country governed by rule of law, Madras High Court. And the third one, Akash Prime successfully tested in Ladakh by Indian Army. And the last one, Razia Sultan Noor Jahan dropped from New Class 8 History Textbook. ഇനി ഇതിന്റെ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് നമുക്ക് പോകാം. സോ ദ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ വാൺസ് അഗെയിൻസ്റ്റ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഓവർ റഷ്യൻ ഓയിൽ. നമ്മൾ നേരത്തെ ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അതായത് റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രീസിന് ഒരു 500% താരിഫ് US ഇമ്പോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് നമ്മൾ ഈ അടുത്ത ന്യൂസുകളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ബില്ലാണ് റഷ്യൻ സാങ്ഷൻ ആയിട്ട് 2025 എന്ന് പറയുന്നത്. സോ ഈ ബിൽ അനുസരിച്ച് ഏതൊക്കെ കൺട്രീസ് ആണോ ഇമ്പോസ് ചെയ്യുന്നത് അവർക്ക് 500% താരിഫ് ഇമ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിസിൽ ട്രംപ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, സെക്കൻഡറി താരിഫ് എന്ന് പറഞ്ഞിട്ട് 100% കൂടിയിട്ട് റഷ്യൻ ഗുഡ്സിനും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇമ്പോസ് ചെയ്യുമ്പം ഇന്ത്യ പോലെയുള്ള ഒരു കൺട്രിക്ക് അത് ഒരുപാട് ബേർഡൻ ആണ് ഉണ്ടാകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗൾഫ് കൺട്രീസിനെയും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനെയും കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്ത് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ നമുക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നൊക്കെ നമ്മൾ ആ ഒരു ന്യൂസുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ബേസിൽ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പൊ റഷ്യ ഉക്രൈൻ വാർ നടക്കുന്ന സമയത്ത് നാറ്റോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യ, ചൈന, അതുപോലെ തന്നെ ബ്രസീൽ കൺട്രീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഈ പറയുന്ന റഷ്യ യുക്രൈൻ വാർ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഓരോ സ്റ്റെപ്പുകൾ എടുക്കണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും ഈ പറയുന്ന റഷ്യൻ സാങ്ഷൻ ആക്ട് 2025 എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രോങ്ലി കോഷൻഡ് അഗെയിൻസ്റ്റ് ഡബിൾ സ്റ്റാൻഡേർഡ്. ഈ പറയുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ നേഷൻസും ഈ പറയുന്ന എനർജീസും കാര്യങ്ങളും റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കൺട്രീസിനൊന്നും തന്നെ ഈ പറയുന്ന താരിഫ് 500% താരിഫ് എന്ന് പറയുന്നത് ബാധകമാകുന്നില്ല. ഇന്ത്യനെയാണ് അവർ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു താരിഫ് ഇമ്പോസ് നടത്തുന്നത്. അപ്പൊ അത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് എന്നാണ് ഇന്ത്യയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിക്ക് എനർജി എന്ന് പറയുന്ന നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം കൂടുതലാണ് അല്ലെ. അപ്പൊ ആ പോപ്പുലേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് വേണം, എനർജി വേണം. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ ഒരു എക്കണോമിക് ആസ്പെക്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. നമ്മളെ ഈ പറയുന്ന താരിഫ് കൂട്ടുന്നത് നമ്മളധികം ബാധിക്കുന്നുണ്ട്. സോ ഇതിനകത്ത് പെട്രോളിയം പ്രൈം മിനിസ്റ്റർ ഹർദീപ് പുരി എന്താണ് പറയുന്നത്, ഡൈവേഴ്സിഫൈ ഓയിൽ ഇമ്പോർട്ട് ഫ്രം 27 കൺട്രീസ് ഇൻ ദ പാസ്റ്റ് ടു നൗ ഓവർ 40. നമ്മൾ 27 കൺട്രീസിൽ നിന്നായിരുന്നു എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇമ്പോർട്ട്സും കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാസ്റ്റ് ഇയേഴ്സ് ആയിട്ട്. അതിപ്പം 40 കൺട്രീസ് ആയിട്ടുണ്ട്. അതിൽ എന്ത് വരുന്നുണ്ട്, ഗൾഫ് നേഷൻസും റഷ്യയും ലാറ്റിൻ അമേരിക്കയും വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന റഷ്യയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് കുറയ്ക്കുവാണെങ്കിൽ 500% താരിഫ് നമ്മൾ ഇമ്പോസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എന്താ, ക്രൂഡ് ഓയിലിന് വീണ്ടും വില കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റഷ്യയിൽ നിന്നുള്ള എന്താണ് ഇമ്പോർട്ട് കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു ബാക്കപ്പ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് കൂടുതലും എന്താണ്, ഇന്ത്യക്ക് ഒരു ബേർഡൻ ആണ് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പം ഈ ഒരു ന്യൂസ് നമുക്ക് എന്താണ്, പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും മെയിൻസിന്റെ ആസ്പെക്ട്സിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രിലിംസ് ആസ്പെക്ട്സിൽ നമ്മൾ എന്താണ് നോക്കേണ്ടത്, ഇന്ത്യ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഏകദേശം 38% ഓഫ് റഷ്യൻ ഓയിൽ ആണ്. അതായത് നമ്മൾ 2025 കണക്കുകൾ അനുസരിച്ച് 38% റഷ്യൻ ഓയിൽ ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കണക്ക് എന്ന് പറയുന്നത് വളരെയധികം വലിയ ഒരു എന്താണ് റേഷ്യോ തന്നെയാണ്. അപ്പൊ അത് ഇല്ലാതാക്കുമ്പോൾ അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എക്കണോമിക് ബേർഡൻ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. എന്താണ്, ചൈന റിസീവ്സ് ഓവർ 50% ആൻഡ് യൂറോപ്യൻ യൂണിയൻ ഓൺലി 6% ഓഫ് റഷ്യൻ ഓയിൽ എക്സ്പോർട്ട്. ഓക്കെ. Then India continues to retain from importing Iranian oil halted under US pressure in 2017. അല്ലെ. ഇപ്പം ഇറാനിയൻ ഓയിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും US പ്രഷർ 2017 ഉണ്ടായിരുന്നപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത്
ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സെയിം ഒരു ഇഷ്യൂസ് തന്നെയാണ് ഇപ്പം എന്താണ് റഷ്യന്റെ കേസസിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. സോ India's refineries such as Nayara Energy with the Russian stake export processed Russian crude to Europe, indicating global dependency on Indian refining. അപ്പൊ ഈ പറയുന്ന ഇന്ത്യ റിഫൈനറീസ് എന്താണ് കൂടുതലും ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ നയറ എനർജി ഒക്കെ ആണെന്നുണ്ടെങ്കിലും റഷ്യന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ പ്രൊസസ്ഡ് റഷ്യൻ ക്രൂഡ് ഓയിൽ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലേക്കും എന്ത് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഗ്ലോബലി ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ റിഫൈനറീസിന്റെ ഒരു എന്താണ് പാർട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അഡ്വേഴ്സ് ആയിട്ട് ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് നമുക്കൊരു ബ്രോഡർ ഡിപ്ലോമാറ്റിക് കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് India is also talk with the US over issues like agricultural market access, അതുപോലെ തന്നെ GM crops and dairy, deportation of illegal Indian migrants. അപ്പം ഇതെല്ലാം ഈ നമ്മളുടെ ഇന്ത്യ US-ഉമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് കോണ്ടെക്സ്റ്റിൽ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് പ്രിലിംസിന്റെ ആസ്പെക്ട്സിലാണെങ്കിലും മെയിൻസിന്റെ ആസ്പെക്ട്സിലും ഒക്കെ ആണെങ്കിലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുവാണെങ്കിൽ എന്താണ് ഇന്റർനാഷണൽ റിലേഷൻസിൽ GS2 ഇമ്പോർട്ടന്റ് ആണിത്. എന്താണ് ഇന്ത്യ US സ്ട്രാറ്റജിക് ആൻഡ് ട്രേഡ് റിലേഷൻസ്, എനർജി ഡിപ്ലോമസി, ഗ്ലോബൽ സൗത്ത് റോൾ ഇൻ മൾട്ടിപോളാർ ജിയോ പൊളിറ്റിക്സ്, നാറ്റോ ആൻഡ് ഗ്ലോബൽ സെക്യൂരിറ്റി ഡൈനാമിക്സ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കിയിരിക്കണം. ദെൻ എന്താണ് എനർജി ആൻഡ് എക്കണോമി എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എനർജി സെക്യൂരിറ്റി ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ, നമ്മൾ ഈ ഡൈവേഴ്സിഫിക്കേഷനിൽ ഏതൊക്കെ കൺട്രീസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് 40 കൺട്രീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ക്രൂഡ് ഓയിലിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ എന്താണ് ഇമ്പാക്ട് ഓഫ് ഗ്ലോബൽ സാങ്ഷൻസ് ഓൺ ഇന്ത്യൻ എക്കണോമിനെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. ദെൻ എന്താണ് ഓയിൽ ഇമ്പോർട്ട് സ്ട്രാറ്റജി ആൻഡ് റിഫൈനറി ഡിപ്ലോമസി, ഈ കാര്യങ്ങളെല്ലാം മെയിൻസിന്റെ ആസ്പെക്റ്റിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ ആ ഒരു ബില്ലും കൂടി നിങ്ങൾ മനസ്സിലാക്കി US ഇമ്പോസ് ചെയ്തിട്ടുള്ള റഷ്യൻ സാങ്ഷൻ ബിൽ 2025 എന്നുള്ള ആ ഒരു ബില്ലും കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കുക. സോ ദ സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് ടെമ്പിൾ എൻട്രി കനോട്ട് ബി ഡിനൈഡ് ബേസ്ഡ് ഓൺ കാസ്റ്റ് ഇൻ എ കൺട്രി ഗവർൺഡ് ബൈ റൂൾ ഓഫ് ലോ മദ്രാസ് ഹൈക്കോർട്ട്. അപ്പം ഈ ഒരു ന്യൂസ് എന്തുകൊണ്ട് റിലവന്റ് ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുക്കൊടി അയ്യനാർ ടെമ്പിളില് SC കാസ്റ്റിൽ പെട്ടവരുടെ അവർ എൻട്രി ചെയ്യുന്നതിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിവെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 2019 വരെ ഈ ഒരു ടെമ്പിളിൽ എല്ലാ കാസ്റ്റുകാർക്കും എൻട്രി ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷെ 2019 ഈ ടെമ്പിളിന്റെ മാനേജ്മെന്റ് മാറിയതോട് കൂടിയിട്ട് അവർ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പറയുന്ന SC ST എൻട്രി ചെയ്യുന്നതിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെതിരെ അവര് സുപ്രീം കോർട്ടിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഒരു ന്യൂസിന്റെ റിലവൻസ് വരുന്നത്. സോ ഇതിനകത്ത് എന്താണ് പറയുന്നത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ് ഈ ഒരു ന്യൂസിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് എന്താണ് ഒരു എന്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും കാസ്റ്റിനെ വെച്ചിട്ട് ഒരു ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന ടെമ്പിള് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സമയത്ത് SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മോണിറ്ററി കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ പ്രൊഹിബിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം അവർക്കില്ല എന്നുള്ളതാണ് ഹൈക്കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇതിന്റെ ഒരു ജുഡീഷ്യൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ് കാസ്റ്റ് ബേസ്ഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ടെമ്പിൾ എൻട്രി വയലേറ്റ് ദ റൂൾ ഓഫ് ലോ. എന്താണ് റൂൾ ഓഫ് ലോയിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് തമിഴ്നാട് ടെമ്പിൾ എൻട്രി ഓതറൈസേഷൻ ആക്ട് 1947 അനുസരിച്ച് എന്താണ് ഒരു കാസ്റ്റിലുള്ളവരെയും ടെമ്പിളുകളിൽ എൻട്രി ചെയ്യുന്നതിന് പ്രൊഹിബിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന തമിഴ്നാട് ടെമ്പിൾ എൻട്രി ഓതറൈസേഷൻ ആക്ട് 1947 പറയുന്നത്. സോ അതിനനുസരിച്ച് ഇപ്പൊ ഈ പറഞ്ഞ പ്രൊഹിബിഷൻ നടത്തുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് ജുഡീഷ്യൽ ഒബ്സർവേഷൻസിൽ പറയുന്നത്. ദെൻ ഇതിന്റെ ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ 15(2)(b) എന്താണ് പറയുന്നത് പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് ഇൻ അക്സസ് ടു പബ്ലിക് പ്ലേസസ്. അല്ലെ, ഇങ്ങനെയുള്ള പബ്ലിക് പ്ലേസസ് ആക്സസ് ചെയ്യാനായിട്ട് എന്തൊക്കെ നോക്കാൻ പാടില്ല, റിലീജിയൻ, റേസ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത് ഉള്ള കാര്യങ്ങളൊന്നും തന്നെ നോക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. സോ ആ ഒരു ടൈമിൽ അത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെയും
ഇപ്പം ഈ 2025 പോലും ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇഷ്യൂവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദെൻ എന്താണ് ആർട്ടിക്കിൾ 17 എന്താണ് അബോളിഷസ് അൺടച്ചബിലിറ്റി ആൻഡ് മേക്സ് ഇറ്റ് പ്രാക്ടീസ് പണിഷബിൾ. ആർട്ടിക്കിൾ 17 പറയുന്നുണ്ട് എന്താണ് അൺടച്ചബിലിറ്റി എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. ദെൻ എന്താണ് ആർട്ടിക്കിൾ 25(2)(b) പെർമിറ്റ് ദ സ്റ്റേറ്റ് ടു ത്രോ ഓപ്പൺ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഓൾ ക്ലാസ്സസ് ആൻഡ് സെഷൻസ് ഓഫ് ഹിന്ദുസ്. ഓക്കെ, ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, എല്ലാ ഹിന്ദു റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാ ക്ലാസ്സസിലുള്ള എല്ലാ ഹിന്ദു സെഷനിലുള്ള ആൾക്കാർക്കും ഓപ്പൺ ആക്കി കൊടുക്കണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 25 വരുന്നത്. അതുപോലെ തന്നെ എന്താണ് SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 പറയുന്നത് എന്താണ്, ഇവർക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻസും ഇവർക്കെതിരെയുള്ള കുറ്റങ്ങളും എന്താണ് പണിഷബിൾ ആണ് എന്നുള്ളതാണ് ഈ ഒരു SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി ആക്ട് 1989 പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ രീതിയിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നടക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ ഈ ഒരു ടെമ്പിൾ എൻട്രി ഇഷ്യൂ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇത് പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ ഈ ആർട്ടിക്കിൾസും കാര്യങ്ങളും എല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുമ്പോൾ എന്താണ് പൊളിറ്റി ഗവേണൻസിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് കൾച്ചറിന്റെ ആസ്പെക്ട്സിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വരുന്നുണ്ട്. ദെൻ എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ തമിഴ്നാട് ടെമ്പിൾ എൻട്രി ഓതറൈസേഷൻ ആക്ട് 1947 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അത് എന്തിനു വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു, കാസ്റ്റിനെ അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാ കാസ്റ്റിലുള്ള ആൾക്കാർക്കും ടെമ്പിളിൽ എൻട്രി കൊടുക്കണം എന്നുള്ളതിന്റെ ബേസിൽ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു ഈ ഒരു ആക്ട്. അപ്പം ഈ ഒരു ആക്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിലിംസിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ അതൊന്ന് പ്രത്യേകം ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇതിനകത്ത് എന്താണ് പറയുന്നത്, എല്ലാ കാസ്റ്റ് ബേസിലായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് നമ്മൾ ഒഴിവാക്കണം. അപ്പൊ ഈ ഒരു ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ് പെരിയാർ, രാജാജി, അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ലീഡേഴ്സും ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അവരെ കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇതെന്താണ് ഈ ഒരു ആക്ട് സിംപ്ലൈസ് ചെയ്യുന്നത് ഏർലി ഫോം ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ലെജിസ്ലേഷനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, സിംബോളിസൈസ് ചെയ്യുന്നത്. അന്നേ ഈ പറയുന്ന ടെമ്പിൾ എൻട്രി ഓതറൈസേഷൻ ആൻഡ് 1947 ഇങ്ങനത്തുള്ള ഡിസ്ക്രിമിനേഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഇപ്പോഴും അത് നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് ഈ ടെമ്പിൾ എക്സിസ്റ്റഡ് ഫോർ ഡീക്കേഡ്സ്. ഈ പറയുന്ന ടെമ്പിൾ എന്താണ് ഒരുപാട് വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷെ 2019 വേറൊരു മാനേജ്മെന്റ് അത് ഏറ്റെടുക്കുകയും അതിന്റെ പേരിലാണ് പുതിയ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. SC/ST എൻട്രി ചെയ്യുന്നതിൽ നിന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ആ ഒരു കേസ് എന്ന് പറയുന്നത്. സോ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ എന്താണ് ഈ പറയുന്ന ഇന്ത്യൻ സൊസൈറ്റി GS1 കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ കണ്ടംപററി സൊസൈറ്റി അതിന്റെ ബേസിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എന്താണ് GS പൊളിറ്റി ആൻഡ് ഗവേണൻസിൽ വരുന്നുണ്ട്. ദെൻ എന്താണ് എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ്, എത്തിക്കൽ പ്രിൻസിപ്പിൾ, ഇക്വാളിറ്റി, ജസ്റ്റിസ്, ഹ്യൂമൻ ഡിഗ്നിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കേസിന്റെ അണ്ടറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം GS1 2 4 ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. സോ ദ തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ആകാശ് പ്രൈം സക്സസ്ഫുള്ളി ടെസ്റ്റഡ് ഇൻ ലഡാക്ക് ബൈ ഇന്ത്യൻ ആർമി. അതായത് ആകാശ് സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ആർമി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ബേസിലാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. സയൻസ് ആൻഡ് ടെക്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അപ്പം ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് പറയുന്നത്, അതായത് ആകാശ് പ്രൈം എന്ന് പറയുന്ന ഒരു എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആകാശ് പ്രൈം എന്ന് പറയുന്നത് ഒരു എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ആണ്. അതാണ് നമ്മൾ സക്സസ്ഫുള്ളി ട്രയലിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് ആരാണ് കൊളാബറേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, DRDO ആണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. ലഡാക്കിലാണ് ഇതിന്റെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു പ്ലേസും മനസ്സിലാക്കിയിരിക്കുക. ആകാശ് പ്രൈം എന്ത് തരം ഡിഫൻസ് മിസൈൽ സിസ്റ്റം ആണ് എന്നുള്ളത്, എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ആണ് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ ഇത് അപ്ഗ്രേഡഡ് സിസ്റ്റത്തിൽ എന്തൊക്കെയുള്ളത്, featuring an indigenous active radio frequency seeker successfully neutralized a fast moving aerial target during the trials at over
15,000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡ്. അപ്പം ഇത് ആകാശ് ഓൾറെഡി ഉണ്ടായിരുന്നതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് എന്താണുള്ളത്, ഒരു ഇൻഡൈജീനിയസ് ആക്റ്റീവ് റേഡിയോ ഫ്രീക്വൻസി സീക്കർ ഉണ്ട്, അല്ലെങ്കിൽ RF സീക്കർ ഉണ്ട്. അപ്പം ഇതിന്റെ യൂസ് എന്താണ്, ഇത് എന്താ ചെയ്യുന്നത്, ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഏരിയൽ ടാർഗറ്റ്സിനെ ടാർഗറ്റ് ചെയ്ത് അത് 15,000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡിലുള്ള ഏരിയൽ ടാർഗറ്റ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സക്സസ്ഫുള്ളി അത് എന്ത് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടതെന്ന് നോക്കാം. സോ ആകാശ് പ്രൈം എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് DRDO ആണെന്ന് നമ്മൾ പറഞ്ഞു. ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത്. മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ആണ്. അതിന് എന്താണ് പറയുക, അല്ലെ, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. ഓൾട്ടിറ്റ്യൂഡ് ട്രയൽസ് നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് 50,000 ഫീറ്റിന് ഓൾട്ടിറ്റ്യൂഡ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ലഡാക്കിലാണെന്നുള്ളത് പറഞ്ഞു. ഇതിന്റെ കേപ്പബിലിറ്റി നമ്മൾ പറഞ്ഞു, എന്താണ്, ഫാസ്റ്റ് മൂവിങ് ഏരിയൽ ടാർഗറ്റ്സിനെയാണ് അത് ടാർഗറ്റ് ചെയ്യുന്നത്. അത് എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഫൈറ്റർ ജെറ്റ്, ക്രൂയിസ് മിസൈൽ എന്നുള്ളതിനെയൊക്കെയാണ് ഇവർ ഈ ഒരു ആകാശ് പ്രൈം ടാർഗറ്റ് ചെയ്യുന്നത്. then എന്താണ്, ഇംപ്രൂവ്മെന്റ് ഓവർ ആകാശ് എന്താണ്, എൻഹാൻസ്ഡ് ആക്യുറസി, സീക്കേഴ്സ് ആൻഡ് പെർഫോമൻസ് ഇൻ റയർ ഫീൽഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് അറ്റ്മോസ്ഫിയർ. ഇതാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആകാശിന്റെ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയുന്നത്. then എന്താണ്, ഇതിന് 3rd and 4th ആകാശ് റെജിമെന്റ്സ് ആണ് ഡിപ്ലോയ്മെന്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ആർമി. then ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഇൻഡിജിനസ് എയർ ഡിഫൻസിന്റെ കേപ്പബിലിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ക്രൂഷ്യൽ ഫോർ ബോർഡർ ഏരിയസ് ലൈക്ക് ലഡാക്ക് ആൻഡ് അരുണാചൽ പ്രദേശ് പോലെയുള്ള ബോർഡർ ഏരിയാസിൽ വളരെയധികം ക്രൂഷ്യൽ ആണ് ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, എൻഹാൻസ് ഇന്ത്യസ് റെസ്പോൺസ് ടു ഏരിയൽ ത്രെറ്റ് ഇൻ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ത്രെറ്റ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആകാശ് പ്രൈമിന്റെ ആസ്പെക്ട്സിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ പ്രിലിംസിന്റെ ആസ്പെക്ട്സ് മനസ്സിലാക്കിയിരിക്കുക, ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, then ഇതിന്റെ ടൈപ്പ് ഏതാണ്, റേഞ്ച് ഏതാണ്, അതുപോലെ തന്നെ എവിടെയാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. then മെയിൻസിന്റെ ആസ്പെക്ട്സിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സ്ട്രാറ്റജിക് ആൻഡ് ഡിഫൻസ് റെഡിനെസ് ആണ് അല്ലെ. അതായത് എന്താണ്, നമുക്ക് ഈ പറയുന്ന പോലെ ഡിഫൻസ് കുറച്ചും കൂടി നമുക്ക് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇൻഡൈജീനിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. സോ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. then ഇൻഡൈജീനിയസേഷൻ ആൻഡ് ആത്മനിർഭർ ഭാരത് ഷോ. then എന്താണ്, ടെക്നോളജിക്കൽ എഡ്ജ്, ഡിഫൻസ് ഡിപ്ലോമസി ആൻഡ് എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ. ഇത്രയും എല്ലാം നിങ്ങൾ എന്താണ്, മെയിൻസിന്റെ ആസ്പെക്ട്സിൽ നോക്കുക. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇമ്പോർട്ടന്റ് GS3 വരുന്നതാണ് ഈ പറയുന്ന മെയിൻസിന്റെ ആസ്പെക്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ ഇതിന്റെ ഒരു ചലഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നീഡ് ഫോർ അക്സലറേറ്റഡ് മാസ് പ്രൊഡക്ഷൻ ടു മാച്ച് ഡിപ്ലോയ്മെന്റ് ഡിമാൻഡ്സ്, ഇന്റഗ്രേഷൻ വിത്ത് അതർ മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റം ലൈക്ക് S-400 സുദർശന ചക്രയില്ല. സോ അതുമായിട്ട് എന്ത് ചെയ്യണം, മൾട്ടി ലെയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഒരു മാസ് പ്രൊഡക്ഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. then എന്താണ്, എൻഷുറിങ് ഇന്റർ ഓപ്പറബിലിറ്റി അക്രോസ് ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് പ്ലാറ്റ്ഫോം. ഇങ്ങനെയുള്ള പല എന്താണ് പ്ലാറ്റ്ഫോം ആയിട്ട് എന്ത് ചെയ്യണം, ഒരു ഇന്റർ ഓപ്പറബിലിറ്റിയും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. അതൊക്കെ ഇതിന്റെ ബേസിലുള്ള ഒരു ചലഞ്ചസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. then എന്താണ്, സ്ട്രാറ്റജിക് റിലവൻസ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പറേഷണൽ റിഡൻഡൻസ് വരുന്നുണ്ട്. ട്രയൽസ് വാലിഡേറ്റ് റിയൽ വേൾഡ് പെർഫോമൻസ് ഓഫ് ഇന്ത്യസ് മിസൈൽ ആർസനൽ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ട്രയൽസിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. then എന്താണ്, സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് SFC റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ഇന്ത്യസ് ന്യൂക്ലിയർ ആർസനൽ അണ്ടർ നോ ഫസ്റ്റ് യൂസ് ഡോക്ട്രൈൻ. then എന്താണ്, സ്ട്രെങ്തൻസ് ഇന്ത്യസ് ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ് പോസ്ചർ. then enhance സെൽഫ് റിലയൻസ് ഇൻ ഡിഫൻസ് അണ്ടർ ആത്മനിർഭർ ഭാരത്. ഇതെന്താണ്, ഇൻഡൈജീനസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ആത്മനിർഭർ ഭാരതിന്റെ അണ്ടറിൽ ഇൻഡൈജീനിയസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ആ ഒരു രീതിയിലുള്ള സ്ട്രെങ്ത് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ ഇതൊക്കെയാണ് ഇതിന്റെ ബേസിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ ദ ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, റസിയ സുൽത്താൻ നൂർജഹാൻ ഡ്രോപ്ഡ് ഫ്രം ന്യൂക്ലിയസ് 8 ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക്. ഇപ്പൊ നമുക്കറിയാം റസിയ സുൽത്താൻ എന്ന് പറയുന്ന ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഫീമെയിൽ റൂളർ ആണ്. അതുപോലെ തന്നെ നൂർജഹാൻ എന്താണ്, മുഗൾ എംപയറിന്റെ ടൈമിൽ ഉണ്ടായിരുന്നതാണ്. സോ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്ലാസ് 8
NCERT ബുക്കിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ബേസിലാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ടിപ്പു സുൽത്താനെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ഈ ഒരു അപ്ഡേഷൻസ് കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ളത് NEP, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അണ്ടറിലാണ്. അതുപോലെ തന്നെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2023 അണ്ടറിലാണ് വന്നിട്ടുള്ളത്. സോ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ മെയിൻ ആയിട്ടുമുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്? റസിയ സുൽത്താനെ മാറ്റിയിട്ടുണ്ട്. റസിയ സുൽത്താൻ എന്തായിരുന്നു, ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ആൻഡ് ഓൺലി ഫീമെയിൽ സുൽത്താൻ ആണ്. സോ അത് നമുക്ക് ഹിസ്റ്റോറിക്കൽ ആയിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് റസിയ സുൽത്താന എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, പുള്ളിക്കാരിയുടെ ഒരു ടൈം എന്ന് പറയുന്നത് എന്താണ്, 1236 മുതൽ 1240 വരെ റൂൾ ചെയ്തിട്ടുള്ള ഒരേ ഒരു ഫീമെയിൽ റൂളർ ആണ്. സോ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്താണ്, നൂർജഹാൻ നമ്മൾ പറഞ്ഞു മുഗൾ എംപയറിലെയാണ് എംപ്രസ് ഹു wielded significant administrative power, coins and seals were issued in her name. അപ്പം എന്താണ്, നൂർജഹാന്റെ പേരിൽ ഈ പറഞ്ഞ പോലെ കോയിൻസും അതുപോലെ തന്നെ സീൽസും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിലും എല്ലാം നൂർജഹാൻ പാർട്ടായിരുന്നു. സോ നൂർജഹാനെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹിസ്റ്ററിന്റെ ആസ്പെക്ട്സിൽ, മിഡീവിയൽ ഇന്ത്യയുടെ ആസ്പെക്ട്സിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ദെൻ എന്താണ്, ടിപ്പു സുൽത്താൻ ആൻഡ് ഹൈദരാലി, മൈസൂറിന്റെ ആ ഒരു കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതെന്ത്, ഈ പറയുന്ന ടിപ്പു സുൽത്താനും ഹൈദരാലിയും ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രൊമിനന്റ് ലീഡേഴ്സ് ആയിരുന്നു അല്ലെ, ആ മൈസൂറിന്റെ ടൈമിൽ പ്രൊമിനന്റ് ലീഡേഴ്സ് ആണ്. സോ ആന്റി ബ്രിട്ടീഷ് ആ ഒരു ടൈമിലൊക്കെ ഇവരുടെ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം വലുതാണ്. സോ അത് എന്ത് ചെയ്തിട്ടുണ്ട്, എൻറ്റയർലി ആ ഒരു പോർഷൻസ് എൻറ്റയർലി ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എന്തൊക്കെയാണ് ന്യൂ അഡിഷൻസ്, റിമൂവ് ചെയ്യുന്നതിന് പകരം എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്? റാണി ദുർഗാവതി, അത് ഗാർഹ കിങ്ഡത്തിലെ ഒരു എന്താണ്, ഒരു റൂളർ ആയിരുന്നു. ഫൗട്ട് അഗെയിൻസ്റ്റ് മുഗൾ എക്സ്പാൻഷൻ അണ്ടർ അക്ബർ ഇൻ 1564, അതായത് അക്ബറിന്റെ എക്സ്പാൻഷനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു റാണി ദുർഗാവതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താരാബായി മറാത്ത എംപയറിലെയാണ്. പുള്ളിക്കാരിനെ എന്താണ്, ഫിയർലെസ് വാരിയർ ക്യൂൻ എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആർക്കിടെക്ട് ഓഫ് നോർത്ത് വാർഡ് മറാത്ത എക്സ്പെൻഷൻസ്, ആ താരാബായിനെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ റാണി ദുർഗാവതിയും അതുപോലെ തന്നെ താരാബായിയും അവരെ മനസ്സിലാക്കിയിരിക്കുക. താരാബായിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഫിയർലെസ് വാരിയർ ക്യൂൻ അല്ലെങ്കിൽ ആർക്കിടെക്ട് ഓഫ് നോർത്ത് വേർഡ് മറാത്ത എക്സ്പാൻഷൻസ് എന്നൊക്കെയാണ് താരാബായിനെ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ എന്താണ്, ബീഗം ഹസ്രത്ത് മഹൽ അവധിലെയാണ്. സോ പ്രസന്റഡ് ആസ് എ ഹീറോയിൻ ഇൻ ദ 1857 റിവോൾട്ട്. നമുക്കറിയാലോ 1857 റിവോൾട്ടിന്റെ സമയത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് അവധില് ചെയ്തിട്ടുള്ള ഒരാളാണ് ബീഗം ഹസ്രത്ത് മഹൽ. അപ്പം അതും എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ന്യൂ അഡിഷൻസും മനസ്സിലാക്കിയിരിക്കണം, എന്തൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു റിവിഷൻസ് മനസ്സിലാക്കേണ്ടത് എന്താണ്, ന്യൂ എഡ്യൂക്കേഷണൽ ഫിലോസഫി അണ്ടർ ദ NEP 2020 ഒരു പുതിയ ഫിലോസഫിക്കൽ അപ്രോച്ച് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അഡിഷൻ വഴി അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, തീമാറ്റിക് ആൻഡ് കോമ്പറ്റൻസി ബേസ്ഡ് ലേണിംഗ് റാദർ ദാൻ എ ലീനിയർ റീറ്റെയിലിംഗ് ഓഫ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി. എന്താണ്, ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിനെ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യുന്നതിന് പകരം എന്താണ്, ഒരു തീമാറ്റിക് അല്ലെങ്കിൽ കോമ്പറ്റൻസി ബേസ്ഡ് ലേണിംഗ് ആണ് ഇവര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പുതിയ അഡിഷൻ വഴി അവര് ഉദ്ദേശിക്കുന്നത്. Then according to NCERT social science curriculum head Mikkel Danio, the new books are not modeled after the older text book എന്നാണ് ഇതിന്റെ ഒരു ഈ ഒരു അപ്ഡേഷൻസിൽ അവർ പറയുന്നത്. സോ ഇതിന്റെ ബേസിലുള്ള ഇഷ്യൂസ് ഈ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കുറച്ചധികം ചാലഞ്ചസ് ആണ്, അല്ലെങ്കിൽ കുറച്ചധികം ഇഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഹിസ്റ്റോറിക്കൽ റെപ്രസെന്റേഷൻ ആൻഡ് ഇൻക്ലൂസിവിറ്റി, ഈ പറയുന്നത് പോലെ തന്നെ റസിയ സുൽത്താന ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്ന വഴി ആ ഡൽഹി സുൽത്താനേറ്റിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഒരു റോളിനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ നമുക്ക് മാറ്റി നിർത്തുന്നത്. സോ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ റിഡ്യൂസിങ് ഓർ ഒമിറ്റിംഗ് ദ റോൾ ഓഫ് ഫീമെയിൽ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ആൻഡ് ആന്റി കൊളോണിയൽ റൂളേഴ്സ്, അതായത് ടിപ്പു സുൽത്താനെയും ഹൈദരാലി പോലെയുള്ള റൂളേഴ്സിന്റെ ഒക്കെ could result in skewed historical understanding.
അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്ററിനെ പറ്റിയിട്ട് നമുക്ക് ഇവരെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ജെൻഡർ റെപ്രസെന്റേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇപ്പം ഈ പറയുന്നത് പോലെ റസിയ സുൽത്താന അതുപോലെ തന്നെ നൂർജഹാൻ എല്ലാം തന്നെ ഫീമെയിൽ റെപ്രസെന്റേഷൻ ആണ് അല്ലെ. അപ്പം അതും വരുന്നുണ്ട്. ജെൻഡർ റെപ്രസെന്റേഷനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. then എന്താണ് കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അല്ലെ. അതായത് ടിപ്പു സുൽത്താൻ എന്നൊക്കെ പറയുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റൂളറിനെ റിമൂവ് ചെയ്യുന്നത് വഴി എന്താണ് ഈ പറയുന്ന ആന്റി കൊളോണിയൽ റെസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം ആ ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റാതെ വരുന്നുണ്ട് അല്ലെ. നാഷണൽ നറേറ്റീവ്സിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യാണ്, ഡ്രോപ്പ് ചെയ്യാണ്. അപ്പൊ അവരുടെ ഇമ്പോർട്ടൻസും അവരുടെ ഒരു റിലവൻസും ഒക്കെ മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നുണ്ട്. then എന്താണ് കരിക്കുലം ആൻഡ് എഡ്യൂക്കേഷൻ പോളിസി. അപ്പം NEP 2020 എന്താണ് ചെയ്യുന്നത്, ഫ്ലെക്സിബിലിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് റിഡക്ഷൻ ഇൻ കണ്ടന്റ് ലോഡ് ഇതെല്ലാം റെഡ്യൂസ് ചെയ്യാനാണ് അവർ ചെയ്യുന്നതെങ്കിലും പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഒരു ഹിസ്റ്റോറിക്കൽ ആക്യുറസി അവർക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതും ഇതിന്റെ ഒരു ഇഷ്യൂ ആണ്. then എന്താണ് reflects how curricular reforms influence the collective memory and national identity. അപ്പൊ ഈ പറയുന്നത് പോലെ ഒരു നാഷണൽ ഐഡന്റിറ്റിനെയും കൂടി അതെന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. കൾച്ചറൽ റിഫോംസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഈ ഒരു ആസ്പെക്ട്സിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സോ മെയിൻസിന്റെ ആസ്പെക്ട്സിലാകുമ്പോൾ എന്താണ് GS പേപ്പർ 1ലും GS പേപ്പർ 2ലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിന്റെ ആസ്പെക്ട്സിൽ ഇവരെ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ടിപ്പു സുൽത്താൻ അതുപോലെ തന്നെ റസിയ സുൽത്താന, then എന്താണ് നൂർജഹാൻ, ഹൈദരാലി പോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളേഴ്സിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. then ഗവേണൻസ് വരുമ്പോൾ എന്താ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അണ്ടറിൽ വരുന്നുണ്ട്, ഗവേണൻസിന്റെ അണ്ടറിൽ അതും കൂടി വരുന്നുണ്ട്. അപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇപ്പൊ ഒരുപാട് ന്യൂസുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള 3 ലാംഗ്വേജ് പോളിസിന്റെ ബേസിലും അതുപോലെ തന്നെ ഇപ്പം ഈ പറയുന്ന എന്താണ് ആളുകളെ ഡ്രോപ്പ് ചെയ്തതും പുതിയ അഡിഷൻസ് നടത്തിയതും എല്ലാം വളരെയധികം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് ന്യൂസിൽ. അപ്പൊ നിങ്ങൾ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ ന്യൂസും നിങ്ങൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.